മക്കളെവിടുന്നാ? ഇതാരുടെ ഫോട്ടോയാ? എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടാ. ഉമ്മ. അതെന്തേ അമ്മയോട് ഇത്ര ഇഷ്ടം തോന്നിയത്? എന്റെ അപ്പയുടെ ഉവ്വ മാറ്റി തന്നത് ഈ അമ്മയാ. ആണോ? അപ്പയ്ക്ക് എന്താ പറ്റിയത്? അപ്പൻ വണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാ. പെട്ടെന്നൊരു കാർ വന്നിടിച്ചു. അപ്പൊ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി. ഇതാണ് ഞാൻ പഠിക്കുന്ന സെന്റ് FX LP സ്കൂൾ കൊമ്പത്തുകടവ്. ഞാനും അപ്പനും അനീതിയും കൂടി അടുത്ത ആഴ്ച അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മേ, ഞാനൊന്നേ പുറത്തു പോയി വരാം. മോനെ എങ്ങടാ പോണേ? അതെ, അടുത്ത ആഴ്ച ഞാൻ ഗൾഫിൽ പോവല്ലേ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനെ ബൈക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവനൊന്ന് ഈ ബൈക്കൊന്ന് കാണിച്ചിട്ടും വരാം. വേഗം വരാം. പോയേച്ചും വാ. അമ്മ ഈ പിള്ളേരൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അമ്മ നോക്കിക്കോളാം. മിഥുൻ്റെ റിലേറ്റീവ്സ് അല്ലേ? മിഥുൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, സീരിയസ് ആണ്. ICUവിൽ 7 ദിവസങ്ങളിൽ കിടക്കേണ്ടി വരും. അതിനുശേഷം അത് നല്ലപോലെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാം മുന്നോട്ട് പോട്ടെ. നിങ്ങൾ പെട്ടെന്ന് റിലീവ് ആവും. ഭയങ്കര സീരിയസ് ആണെന്നാ പറയണേ. അവന് ഇനി ഗൾഫിലേക്ക് പോകാൻ പറ്റുമോ ആവോ? ഇവനോട് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ശരിയാണ്. ഇനി എന്തുട്ടാ ചെയ്യാ? എന്റെ മറിയം ത്രേസ്യയെ, എന്റെ മകന്റെ മുറിവുകൾ സുഖപ്പെടുത്തണേ. ആരാണ് ഈ മറിയം ത്രേസ്യ? ആ കഥ അമ്മ പറഞ്ഞുതരാം. വിശുദ്ധ മറിയം ത്രേസ്യ, കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതധാരി, പരാതികളില്ലാത്ത പവിത്ര സ്നേഹത്തിൻ്റെ കാവൽക്കാരി, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ കുടുംബങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യ, കുഞ്ഞുങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് ദൈവവിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും നെയ്ത്തിരി കത്തിച്ചു കൊടുത്ത വിദ്യാഭ്യാസ പ്രേക്ഷിത, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അത്താണിയായവൾ, നാടിനെ മുഴുവൻ കാർന്നു തിന്നുന്ന വസൂരി എന്ന മഹാരോഗത്തിൻ്റെ പിടിയിലമർന്നവർക്ക് ആശ്വാസമേകിയവൾ, രാത്രിയിലെ നീണ്ട യാമങ്ങൾ ക്രൂശിതൻ്റെ മുൻപിൽ മുട്ടുകുത്തിയും പാപികൾക്കും മരണാസന്നർക്കും വേണ്ടി മാധ്യസ്ഥത്തിൻ്റെ കരങ്ങളുയർത്തിയ മറിയം ത്രേസ്യയ്ക്ക് ദൈവം കൊടുത്ത സ്നേഹസമ്മാനം പഞ്ചക്ഷതം. സ്വയം ചമ്മട്ടിയടിച്ചുകൊണ്ടും മുള്ളരഞ്ഞാണം ധരിച്ചും ചരലിൽ മുട്ടുകുത്തിയും ക്രൂശിതന് കൂട്ടിരുന്നവൾ, വേദനയുടെ ഒറ്റപ്പെടലിൻ്റെയും പ്രലോഭനങ്ങളുടെ നടുവിൽ ആത്മീയ പിതാവ് ധന്യൻ ജോസഫ് വിധേയത്തിലച്ചൻ്റെ പൈതൃക ആശീർവാദം അവൾക്ക് കരുത്തേകി. കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ അവൾ ക്രൂശിതനെ ആശ്ലേഷിച്ചു. തിരുക്കുരിശിലെ തിരുമുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ ഇന്നും കുടുംബങ്ങൾക്ക് അമ്മയായി. ഹലോ അമ്മേ, ഇത് ഞാനാ. അമ്മേ, അമ്മ കരയാണോ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ആരില്ല അമ്മേ. ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യും മോളെ? ആസ്പത്രിക്കാരൊന്നും പറയണില്ല, അങ്ങോട്ട് വരാനും പറ്റില്ല, അവൻ കണ്ണു തുറക്കണ പോലുമില്ല. ഈശോയുടെ തിരുമുറിവുകൾ ഏറ്റുവാങ്ങിയ എൻ്റെ അപ്പയുടെ ഉവ്വാവ് മാറ്റി തരണേ. ഡോക്ടർ, ആക്സിഡന്റായി വന്ന മിഥുന്റെ കാലനങ്ങി. Oh my God, it's a medical miracle. അങ്ങനെ അമ്മ ഈശോയോട് പറഞ്ഞ് അപ്പയുടെ അസുഖങ്ങളൊക്കെ മാറ്റി തന്നു.